600 കോടിയുടെ സ്വകാര്യ നിക്ഷേപം, 200 കോടിയുടെ കേന്ദ്ര ധനസഹായം, ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് ക്ലസ്റ്ററിന് 335 ഏക്കർ സ്ഥലം ആവശ്യമായി വരുമെന്നാണ് ടോഫൽ അപേക്ഷയിൽ പറയുന്നത്. വിമാനത്താവള പദ്ധതി പ്രദേശം മിച്ചഭൂമിയായി ഏറ്റെടുത്ത ഉത്തരവ് റദ്ദാക്കണമെന്നും വ്യവസായം തുടങ്ങാൻ അനുവദിക്കണമെന്നുമാണ് ആവശ്യം. സർക്കാർ നിർദ്ദേശപ്രകാരം ജില്ലാ കളക്ടറും കൃഷി, വ്യവസായം, റവന്യൂ വകുപ്പുകളുടെ പ്രതിനിധികളും അടങ്ങുന്ന സംഘം ആഴ്ചകൾക്ക് മുൻപ് സ്ഥലം സന്ദർശിക്കുകയും റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തു. തോട്ടപ്പുഴശ്ശേരി, ആറന്മുള, മെഴുവേലി 3 വില്ലേജ് പരിധികളിലായി 232 ഏക്കർ സ്ഥലം. കൃഷിഭൂമിയും തണ്ണീർത്തടങ്ങളും തരിശുഭൂമിയും കൂടി ഉൾപ്പെടുന്നതാണ് ഈ പദ്ധതി പ്രദേശം. പദ്ധതിക്കായി വലിയ നിലയിൽ തണ്ണീർത്തടങ്ങൾ നികത്തേണ്ടി വരുമെന്നത് ആശങ്കയെ നിലനിൽക്കെ പരിസ്ഥിതി പ്രശ്നങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കുന്നതാണ് ജില്ലാ കളക്ടർ നൽകിയ റിപ്പോർട്ടെന്നാണ് സൂചന. ഈ ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് ക്ലസ്റ്റർ എന്നുള്ള രൂപത്തിൽ വരുന്നത് വേറെ എന്തെങ്കിലും ദുരൂഹതയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ അനുവദിക്കാൻ പറ്റില്ല. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തോടു കൂടിയിട്ടാണ് ഈ പദ്ധതി അവർ നടപ്പിലാക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായമില്ല. നാടിന് ഗുണകരമാണെങ്കിൽ വ്യത്യസ്ത അഭിപ്രായമില്ല. എന്തായാലും പാർട്ടി ലീഡർഷിപ്പിൻ്റെ അഭിപ്രായം എന്താണെന്ന് കൂടെ അറിഞ്ഞിട്ട് സംസ്ഥാന ഗവൺമെൻറ് ഇത് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കൂടി അറിഞ്ഞിട്ട് മാത്രമേ എന്തെങ്കിലും ഒരു നിലപാട് വ്യക്തമാക്കാൻ വേണ്ടി കഴിയൂ. വിമാനത്താവളത്തിനെതിരായ പ്രക്ഷോഭത്തെ തുടർന്ന് 2017 കമ്പനിയുടെ കൈവശമുള്ള സ്ഥലം മിച്ചഭൂമിയായി സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ 8 ഏക്കർ ഏറ്റെടുത്തതിന് പിന്നാലെ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്യുകയായിരുന്നു. 1 ഏക്കറിൽ 10 കോടിയുടെ നിക്ഷേപം, അതുവഴി ഏറ്റവും ചുരുങ്ങിയത് 20 പേർക്ക് തൊഴിൽ. ഇത്തരത്തിൽ സാധ്യതകളുള്ള പദ്ധതികൾക്ക് പ്രത്യേക ഇളവ് നൽകാൻ സർക്കാർ വ്യവസ്ഥയുണ്ട്. ഇതിന്റെ ചുവട് പിടിച്ച് തന്നെയാണ് ഭൂമിയുടെ മുൻ കൈവശക്കാരായിട്ടുള്ള ആളുകളുടെ പുതിയ നീക്കം. ആറന്മുളയിൽ നിന്നും CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.